വാഴ 2 സവിൻസ ഡയറക്ട് ചെയ്ത പടം റൈറ്റ് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും നമ്മുടെ വിപിൻ ദാസ് ആണ്. ഹാഷറും ടീമും നയിക്കുന്ന ഗംഭീര സിനിമ. കളക്ഷനിൽ അതിഗംഭീരം എന്ന് പറയാം. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഉള്ള കളക്ഷനിലേക്കാണ് സിനിമ പോകുന്നത്. 7 ദിവസമായപ്പോൾ തന്നെ 100 കോടി കവർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി അവർ ഇട്ടേക്കും 7 ദിവസം കൊണ്ട് ട്രാക്കേഴ്സിന്റെ കൃത്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ട്രാക്കേഴ്സ് പണ്ടത്തെ കൂട്ടൊന്നും ചുമ്മാ അതൊന്നും കളക്ഷൻ നമുക്ക് കള്ളക്കണക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. 100 കോടി കവിഞ്ഞു മുന്നേറുന്നു. അത് മാത്രമല്ല, തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും GCCയിലൊക്കെ ആണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതിഭീകര കളക്ഷനാണ്. സൗദിയിലൊക്കെ അതിഭീകര കളക്ഷനാണ്. ഒരു സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ ഒക്കെ നേടുന്നതിനൊക്കെ അപ്പുറത്തേക്ക്, വിദേശ പടങ്ങളൊക്കെ നേടുന്നതിനെക്കാളും അപ്പുറത്തേക്ക് കളക്ഷനാണ് വാഴ 2 എന്ന് പറഞ്ഞൊരു കൊച്ചു പടം നേടുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റിലാണ് പടം ഒരുക്കിയേക്കുന്നത് എന്നുള്ള ഓർക്കണം. ഇങ്ങനെ പോയാൽ 7 ദിവസം കഴിയുമ്പോൾ 100 കോടി കടന്നാൽ പലരെയും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 200 കോടി കഴിഞ്ഞ് 300 കോടി കഴിഞ്ഞ് ലോകയും കടത്തി വിട്ടു. ഇങ്ങനെ പോയാൽ 300 കോടി എന്ന് പറയുന്നത് വലിയ ബെഞ്ച് മാർക്കൊന്നും അല്ല. അന്നേരം ആലോചിക്കുക, ഏത് റെക്കോർഡ് ഇട്ടാലും ഒരു കൊച്ചു പടം മതി ആ റെക്കോർഡ് തകർക്കാൻ. അതിനോട് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാഴ 2. എന്തായാലും ഏറ്റവും കൂടുതൽ പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് മുന്നേറുന്നത്, കളക്ഷൻ മുന്നേറുന്നുള്ള സംശയമില്ല. ഇപ്പം നമ്മുടെ തൊട്ടടുത്തൊരു വലിയ ടൗൺഷിപ്പുള്ള, ടൗൺഷിപ്പൊന്നും അല്ല, എന്നാൽ പോലും ആ തിയേറ്ററിൽ പോലും 8 ഷോ ഇട്ടിട്ടും നാളെ എല്ലാ 8 ഷോയും ഫുള്ളാണ്. എന്നിട്ട് അത്രയ്ക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ പുത്തൻ ജനറേഷൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും. എന്തായാലും വാഴ 2 നേടുന്ന അഭൂതപൂർവമായ വിജയം തന്നെയാണ്.